ഉത്തർപ്രദേശിലെ പുണ്യനഗരമായ വാരണാസിയിൽ പുണ്യനദിയായ ഗംഗയുടെ തീരത്തുനിന്നും അല്പം മാറി തല ഉയർത്തി നിൽക്കുന്ന ഒരു വലിയ ബംഗ്ലാവ് ഉണ്ട്. സക്സേന നിവാസ് എന്നായിരുന്നു ആ വീടിൻ്റെ പേര്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഐശ്വര്യം തുളുമ്പുന്ന ആ വീടിൻ്റെ ഉയർന്ന മതിലുകൾക്കുള്ളിൽ ഒരു വയോധികയുടെ നിശബ്ദമായ തേങ്ങലുകൾ അടങ്ങിക്കിടപ്പുണ്ടായിരുന്നു. 70 വയസ്സുള്ള ശാരദാ ദേവിയായിരുന്നു ആ വീടിൻ്റെ ഉടമസ്ഥ. മുഖത്ത് ഗൗരവവും കണ്ണുകളിൽ കട്ടിയുള്ള കണ്ണടയും കയ്യിലൊരു ഊന്നുവടിയുമായി അവർ ആ വലിയ വീട്ടിലൂടെ നടക്കുമ്പോൾ അവരുടെ ഭൂതകാലം നിഴലുകൾ പോലെ കൂടെയുണ്ടായിരുന്നു. ശാരദാദേവിയുടെ ഭർത്താവ് പരേതനായ ഹരിനാരായണ സക്സേന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. തൻ്റെ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച ഓരോ പൈസയും ചേർത്ത് വെച്ചാണ് അദ്ദേഹം ഈ സ്വപ്നഭവനം പണിതത്. ശാരദാദേവി വെറുതെ ഇരിക്കുകയായിരുന്നില്ല. അവരും തുന്നൽ ജോലികൾ ചെയ്തും തൻ്റെ ആഭരണങ്ങൾ വിറ്റും ആ വീടിൻ്റെ അടിത്തറ ശക്തമാക്കി. വാർദ്ധക്യകാലത്ത് മക്കളും പേരമക്കളും ഒപ്പമുള്ള ഒരു സന്തോഷകരമായ ജീവിതമായിരുന്നു അവർ സ്വപ്നം കണ്ടിരുന്നത്. അവർക്ക് 2 മക്കളായിരുന്നു. മൂത്തവൻ വികാസും ഇളയവൻ മനോജും. വികാസ് ഒരു ബാങ്ക് ക്ലർക്കായി ജോലി ചെയ്യുന്നു. മനോജ് ഒരു സ്വകാര്യ കമ്പനിയിലും. രണ്ടുപേരും വിവാഹിതരാണ്. വികാസിൻ്റെ ഭാര്യ റീനയും മനോജിൻ്റെ ഭാര്യ പൂജയും ഒരേ മേൽക്കൂരയ്ക്ക് താഴെയാണ് താമസിച്ചിരുന്നതെങ്കിലും അവരുടെ മനസ്സുകൾ തമ്മിൽ കിലോമീറ്ററുകളുടെ ദൂരമുണ്ടായിരുന്നു. തുടക്കത്തിൽ എല്ലാം മനോഹരമായിരുന്നു. മക്കൾ അമ്മയെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നു. ഓരോ രാവിലെയും അമ്മേ എന്ന വിളി കേട്ടാണ് ശാരദാദേവി ഉണർന്നിരുന്നത്. മരുമക്കൾ അവർക്ക് കിടപ്പുമുറിയിൽ ചായ എത്തിച്ചു നൽകുകയും വിശേഷങ്ങൾ ചോദിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ കാലം മാറിയപ്പോൾ മക്കളുടെയും മരുമക്കളുടെയും സ്വഭാവം മാറാൻ തുടങ്ങി. അത് വെറും ഒരു മാറ്റമായിരുന്നില്ല, മറിച്ച് ഒരു വലിയ വീഴ്ചയുടെ തുടക്കമായിരുന്നു. ആദ്യം അമ്മയ്ക്ക് ചായ കിടപ്പുമുറിയിൽ എത്തിച്ചു കൊടുത്തിരുന്നെങ്കിലും പിന്നീട് അത് അമ്മ തന്നെ അടുക്കളയിൽ പോയി എടുത്തോളൂ എന്നായി മാറി. താമസിയാതെ അടുക്കളയിൽ പൂട്ടുകൾ വീണു. അമ്മ സ്വന്തം വീട്ടിൽ ഒരു അതിഥിയേക്കാൾ മോശമായ അവസ്ഥയിലായി. ഹരിനാരായണൻ മരിക്കുന്നതിന് മുൻപ് ശാരദാദേവിയോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. ശാരദ, ഈ വീട് ഞാൻ നിന്റെ പേരിൽ തന്നെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മക്കൾ സ്നേഹമുള്ളവരാണ്, എങ്കിലും കാലം ആരെയും മാറ്റാം. അതുകൊണ്ട് ഈ രേഖകൾ നീ സുരക്ഷിതമായി വെക്കണം. അന്ന് ശാരദാദേവി അത് അത്ര ഗൗരവമായി എടുത്തിരുന്നില്ല. തൻ്റെ മക്കൾ തന്നെ കൈവിടില്ലെന്ന് അവർ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. എന്നാൽ ഭർത്താവിൻ്റെ മരണം കഴിഞ്ഞ് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ആ വിശ്വാസത്തിന് വിള്ളൽ വീണു. വീട്ടിലെ ഓരോ മുറിയിലും ഇപ്പോൾ ശാരദാദേവിക്ക് നിയന്ത്രണങ്ങളുണ്ട്. ഡ്രോയിങ് റൂമിലെ സോഫയിൽ ഇരിക്കാൻ അവർക്ക് അനുവാദമില്ല. ഡൈനിങ് ടേബിളിൽ എല്ലാവർക്കുമൊപ്പം ഭക്ഷണം കഴിക്കാൻ സ്ഥാനമില്ല. വീടിൻ്റെ ഏറ്റവും മൂലയിലുള്ള ഒരു ചെറിയ ഇരുട്ടുമുറിയിലേക്ക് അവരുടെ ലോകം ചുരുക്കപ്പെട്ടു. പുറം ലോകത്തിനു മുന്നിൽ അവർ ഒരു മാതൃകാ കുടുംബമായി അഭിനയിച്ചെങ്കിലും ആ 4 ചുവരുകൾക്കുള്ളിൽ ശാരദാദേവി ഒരു വീട്ടുജോലിക്കാരിയേക്കാൾ കഷ്ടമായ അവസ്ഥയിലായിരുന്നു. മരുമക്കൾ തമ്മിലുള്ള പിണക്കത്തിൻ്റെ നടുവിൽ ശാരദാദേവി പലപ്പോഴും ഒരു ബലിയാടായി. തങ്ങൾ ഒരു ഭാരമാണെന്ന തോന്നൽ ആ മക്കൾ അവരുടെ മനസ്സിൽ ഓരോ ദിവസവും കുത്തിവെച്ചു. എങ്കിലും തൻ്റെ മക്കൾക്ക് ഒരു നല്ല ഭാവി ഉണ്ടാകാൻ താൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ അവർ ഓർക്കുമെന്ന് ശാരദാദേവി വെറുതെ പ്രത്യാശിച്ചു. പക്ഷേ വിധി അവർക്കായി കാത്തുവെച്ചത് വലിയൊരു പരീക്ഷണമായിരുന്നു. വാരണാസിയിലെ ആ തണുത്ത പ്രഭാതത്തിൽ അടുക്കളയിൽ നിന്നും വരുന്ന പറാത്തയുടെ മണം ശാരദാദേവിയെ വിശപ്പിൻ്റെ കാഠിന്യം ഓർമ്മിപ്പിച്ചു. തൻ്റെ ജീവിതം എവിടെയാണ് പിഴച്ചത് എന്ന് അവർ ആ മുറിയിൽ ഇരുന്ന് ചിന്തിച്ചു. ഒരു കഷ്ണം ഉണങ്ങിയ റൊട്ടിയും തണുത്ത ചായയും. വാരണാസിയിലെ ആ ശൈത്യകാല പ്രഭാതം അതികഠിനമായിരുന്നു. ജനാലയ്ക്കിൽ തട്ടി വിളിക്കുന്ന തണുത്ത കാറ്റ് ശാരദാദേവിയുടെ എല്ലുകളിലേക്ക് അരിച്ചു കയറുന്നുണ്ടായിരുന്നു. രാവിലെ 8 മണിയായിട്ടും അവർക്ക് ആരും ഒരു തുള്ളി വെള്ളം പോലും നൽകിയില്ല. പുറത്ത് ഡൈനിങ് ടേബിളിൽ വികാസും റീനയും അവരുടെ കുട്ടികളും ഇരുന്ന് നല്ല ചൂടുള്ള പറാത്തകളും വെണ്ണയും കഴിക്കുന്ന ശബ്ദം ശാരദാദേവിയുടെ മുറിയിലേക്ക് കേൾക്കാം.
നെയ്യിൻ്റെയും വെണ്ണയുടെയും സുഗന്ധം ആ മുറിയിലാകെ നിറഞ്ഞു. തലേ ദിവസം രാത്രി അവർക്ക് കൃത്യമായി ഭക്ഷണം ലഭിച്ചിരുന്നില്ല. വിശപ്പ് സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ ശാരദാദേവി പതുക്കെ വാതിൽ തുറന്ന് ഊന്നുവടിയുടെ സഹായത്തോടെ അടുക്കളയിലേക്ക് നീങ്ങി. അടുക്കളയുടെ പടിക്കൽ എത്തിയതും മൂത്ത മരുമകൾ റീന വഴി തടഞ്ഞു. "നിങ്ങൾ എങ്ങോട്ടാണ് ഈ വരുന്നത്?" റീനയുടെ ശബ്ദത്തിൽ പുച്ഛവും ദേഷ്യവും ഉണ്ടായിരുന്നു. "മോളെ, എനിക്ക് നല്ല വിശപ്പുണ്ട്. 2 റൊട്ടിയെങ്കിലും തരുമോ?" ശാരദാദേവി വിനീതമായി ചോദിച്ചു. റീനയുടെ മറുപടി ഏതൊരു അമ്മയുടെയും ഹൃദയം തകർക്കുന്നതായിരുന്നു. "റൊട്ടി എന്താ മരത്തിലുണ്ടാവുന്നതാണോ? സാധനങ്ങൾക്കൊക്കെ എന്ത് വിലയാണെന്നറിയാമോ? നിങ്ങൾ എപ്പോഴും എന്തെങ്കിലും തിന്നുകൊണ്ടിരിക്കണം. വായ പൂട്ടിവെച്ച് അകത്ത് ഇരുന്നുകൂടെ?" റീന അകത്തുപോയി തണുത്ത് ഉണങ്ങിയ 2 റൊട്ടികളും പാൽ ചേർക്കാത്ത കറുത്ത ചായയും ഒരു പ്ലേറ്റിൽ വെച്ച് അവർക്ക് നേരെ നീട്ടി. ഒന്നും മിണ്ടാതെ ശാരദാദേവി തൻ്റെ മുറിയിലേക്ക് മടങ്ങി. ശാരദാദേവിക്ക് വർഷങ്ങളായി പ്രമേഹമുണ്ട്. മരുന്നുകൾ കൃത്യസമയത്ത് കഴിക്കണമെന്നും ആഹാരത്തിൽ ശ്രദ്ധിക്കണമെന്നും ഡോക്ടർ കർശനമായി നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. അന്ന് വൈകുന്നേരം ബാങ്കിൽ നിന്നും ജോലി കഴിഞ്ഞെത്തിയ മകൻ വികാസനോട് അവർ വളരെ കഷ്ടപ്പെട്ട് സംസാരിച്ചു. "മോനെ, എൻ്റെ മരുന്ന് തീർന്നു. കണ്ണുകൾക്ക് കാഴ്ച മങ്ങുന്നുണ്ട്. ഒന്ന് വാങ്ങിത്തരുമോ?" വികാസ് ക്ഷീണിച്ച സ്വരത്തിൽ എന്നാൽ കടുപ്പത്തിൽ പറഞ്ഞു. "അമ്മേ, ഈ മാസം ഒരുപാട് ചിലവുണ്ട്. കുട്ടികളുടെ സ്കൂൾ ഫീസ് അടയ്ക്കണം. ഇപ്പോൾ കയ്യിൽ പണമില്ല. എന്തെങ്കിലും നാട്ടുവൈദ്യം പരീക്ഷിക്കൂ." "പണമില്ലാത്തപ്പോൾ ഇത്തരം ആവശ്യങ്ങളുമായി വരരുത്." സ്വന്തം മകൻ തൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള മരുന്നിന് പോലും പണമില്ലെന്ന് പറയുന്നത് കേട്ട് അവർ നിശബ്ദയായി അവിടെ നിന്നു. താൻ തുന്നൽ ജോലികൾ ചെയ്തും തൻ്റെ സ്വർണ്ണാഭരണങ്ങൾ വിറ്റും വളർത്തിയെടുത്ത ആൺമക്കളാണ് ഇന്ന് തനിക്ക് വേണ്ടി ഒരു 100 രൂപയുടെ മരുന്ന് വാങ്ങാൻ മടിക്കുന്നത്. "ഒരു പക്ഷേ ഞാൻ മരിച്ചാൽ നിങ്ങൾക്ക് ഈ ചിലവ് ഒഴിവായി കിട്ടുമായിരിക്കും അല്ലേ?" എന്ന് ചോദിക്കണമെന്ന് അവർക്ക് തോന്നിയെങ്കിലും വാർദ്ധക്യം അവരുടെ നാവുകളെ തളർത്തിക്കളഞ്ഞു. അന്നു രാത്രി അവർക്ക് ഭക്ഷണം നൽകാൻ പോലും ആരും വന്നില്ല. ഡിസംബർ മാസത്തിലെ കഠിനമായ തണുപ്പായിരുന്ന വാരണാസിയിൽ പുലർച്ചെ 5 മണിക്ക് വീട്ടിനുള്ളിൽ എല്ലാവരും കമ്പിളിപ്പുതപ്പിനുള്ളിൽ സുഖമായി ഉറങ്ങുമ്പോൾ ശാരദാദേവി മുറ്റത്ത് തണുത്ത വെള്ളത്തിൽ വലിയ പാത്രങ്ങൾ കഴുകുകയായിരുന്നു. തണുപ്പ് അവരുടെ വിരലുകളെ മരവിപ്പിച്ചു കളഞ്ഞു. സന്ധിവാതം കാരണം അവരുടെ കൈമുട്ടുകൾ വേദന കൊണ്ട് നീറുന്നുണ്ടായിരുന്നു. ഓരോ പാത്രം കഴുകുമ്പോഴും അവർ വേദനകൾ കൊണ്ട് കണ്ണുകൾ മുറുകെ അടച്ചു. അപ്പോഴാണ് രണ്ടാമത്തെ മരുമകൾ പൂജ ബാൽക്കണിയിൽ പ്രത്യക്ഷപ്പെട്ടത്. അവളുടെ കയ്യിൽ പുകയുന്ന നല്ല ചൂട് ചായയുണ്ടായിരുന്നു. "അമ്മേ, പാത്രങ്ങൾ വൃത്തിയായി കഴുകണം. ഇന്നലെ കഴുകിയതിൽ എണ്ണമയം ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം കൂടി, ഇന്ന് വാഷിംഗ് മെഷീൻ കേടാണ്. അതുകൊണ്ട് എല്ലാവരുടെയും തുണികൾ കൈകൊണ്ട് തന്നെ കഴുകണം." പൂജ ശാസനാരൂപേണ പറഞ്ഞു. ശാരദാദേവി ദയനീയമായി അവളെ നോക്കി. "മോളെ, കൈകൾ തീരെ അനക്കാൻ വയ്യ. നീ ഒന്ന് സഹായിക്കാമോ? അല്ലെങ്കിൽ വികാസനെയോ മനോജിനെയോ ഒന്ന് വിളിക്കാമോ?" പൂജ പരിഹാസത്തോടെ ഒന്ന് ചിരിച്ചു. "വയറിന് വിശപ്പറിയണമെങ്കിൽ കൈകൾക്ക് ജോലി അറിയണം. ഭക്ഷണം കഴിക്കാൻ മടിയൊന്നുമില്ലല്ലോ. പിന്നെന്തിനാണ് ജോലികൾക്ക് മാത്രം പരാതി പറയുന്നത്?" എന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് പോയി. ദിവസങ്ങൾ കടന്നുപോയി. അവരോടുള്ള മക്കളുടെ പെരുമാറ്റം കൂടുതൽ ക്രൂരമായി. വീട്ടിലെ ചിലവുകളെ ചൊല്ലി റീനയും പൂജയും തമ്മിൽ വലിയ വഴക്കായി. ഒടുവിൽ വികാസനും മനോജും ചേർന്ന് ഒരു ക്രൂരമായ തീരുമാനമെടുത്തു. അമ്മയെ അവർ ഒരു വസ്തുവിനെ പോലെ പങ്കുവെക്കാൻ തീരുമാനിച്ചു. ഓരോ മാസവും 15 ദിവസം വീതം ഓരോരുത്തരും അമ്മയെ നോക്കണം. 15 ദിവസം താഴെ വികാസനൊപ്പം, ബാക്കി 15 ദിവസം മുകളിൽ മനോജിനൊപ്പം. ശാരദാദേവി വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. "ഞാൻ എന്താ ഏതെങ്കിലും സാധനമാണോ നിങ്ങളിങ്ങനെ പകുത്തെടുക്കാൻ? നിങ്ങളുടെ അച്ഛൻ മരിക്കുമ്പോൾ ഈ വീട് നിങ്ങൾക്ക് 2 പേർക്കുമായി ഭാഗിച്ചു നൽകിയത് ഞാനും കൂടെ ഇവിടെ ഉണ്ടാകണമെന്ന ആഗ്രഹത്തിലല്ലേ?" പക്ഷേ ആരും അത് കേട്ടില്ല. ക്ഷീണം കൊണ്ട് ബാലൻസ് തെറ്റിയ ശാരദാദേവി തറയിൽ മുഖമിടിച്ചു വീണു. അവരുടെ നെറ്റി പൊട്ടി രക്തമൊഴുകാൻ തുടങ്ങി. എന്നാൽ അത് കണ്ട് ഓടി വന്ന പൂജ അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് പകരം നിലവിളിച്ചത് മറ്റൊന്നായിരുന്നു. "അയ്യോ, എൻ്റെ വില കൂടിയ കാർപ്പറ്റിന് രക്തം വീണല്ലോ." പൂജ അമ്മയെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുന്നതിന് പകരം അവരെ മുടിയിൽ പിടിച്ച് വലിച്ചിഴച്ച് മുറ്റത്തെ വരാന്തയിലെ തണുപ്പിലേക്ക് തള്ളി. "ഇവിടെ കിടന്നോ, അഴുക്കാക്കാതെ" എന്ന് ആക്രോശിച്ചുകൊണ്ട് അവർ വാതിൽ അടച്ചു.
മക്കളായ വികാസും മനോജും ടെറസിലിരുന്ന് പുകവലിച്ചുകൊണ്ട് ഗൂഢാലോചന നടത്തുകയായിരുന്നു. സാധാരണയായി മക്കളുടെ കാര്യങ്ങളിൽ ഇടപെടാത്ത ശാരദാദേവി അന്ന് അലക്കിയ വസ്ത്രങ്ങൾ എടുക്കാൻ മുകളിലേക്ക് ചെന്നപ്പോഴാണ് അവരുടെ സംഭാഷണം യാദൃശ്ചികമായി കേട്ടത്. ആ വാക്കുകൾ അവരുടെ ഹൃദയത്തിലൂടെ ഒരു ഈർച്ചവാൾ കടന്നു പോകുന്നത് പോലെയായിരുന്നു. ഇനിയിപ്പോൾ ഈ വീട് വെറുതെ ഇങ്ങനെ വെച്ചിട്ട് കാര്യമില്ല മനോജ്, വികാസ് പറഞ്ഞു. നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഈ ബംഗ്ലാവിന് ഇപ്പോൾ കുറഞ്ഞത് 2 കോടി രൂപയെങ്കിലും വില കിട്ടും. ഇത് വിറ്റാൽ നമുക്ക് 2 പേർക്കും നഗരത്തിൽ പുതിയ ഫ്ലാറ്റുകൾ വാങ്ങാം. ബാക്കി തുക ബിസിനസ്സിലോ മറ്റോ നിക്ഷേപിക്കുകയും ചെയ്യാം. മനോജ് ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. അതൊക്കെ ശരിയാണ് ചേട്ടാ, പക്ഷേ ഈ അമ്മയെ എന്തു ചെയ്യും? അമ്മയെ നമ്മുടെ പുതിയ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോയാൽ അവിടെയും സമാധാനമുണ്ടാവില്ല. വികാസിന്റെ മറുപടി കൂടുതൽ ക്രൂരമായിരുന്നു. അതൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഈ വീട് വിറ്റാലുടൻ അമ്മയെ ഏതെങ്കിലും വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ആക്കാം. അവിടെയാണെങ്കിൽ സൗജന്യമായി ഭക്ഷണവും താമസവും കിട്ടും. നമുക്ക് സമാധാനമായി ജീവിക്കുകയും ചെയ്യാം. എന്തിനാ വെറുതെ ഒരു ഭാരം ചുമക്കുന്നത്? കോണിപ്പടിയുടെ മറവിൽ നിന്ന് ഇത് കേട്ട ശാരദാദേവിയുടെ കൈകളിൽ നിന്ന് വസ്ത്രങ്ങൾ നിലത്തു വീണു. താൻ രക്തം നീരാക്കി വളർത്തിയ മക്കൾ തന്നെ വീട് വിറ്റ് തന്നെ തെരുവിലേക്ക് ഇറക്കി വിടാൻ പ്ലാൻ ചെയ്യുന്നു എന്ന് വിശ്വസിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. കണ്ണുനീർ പോലും വറ്റിയ അവസ്ഥയിലായി അവർ. എന്നാൽ ആ തകർച്ചയിൽ നിന്ന് ഒരു പുതിയ കരുത്ത് അവർക്ക് ലഭിച്ചു. ആ രാത്രി അവർ ആരും കാണാതെ തൻ്റെ പഴയ മരപ്പെട്ടിക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ ചുവന്ന ഫയൽ പുറത്തെടുത്തു. അവരുടെ ഭർത്താവ് ഹരിനാരായണൻ മരിക്കുന്നതിനു തൊട്ടു മുൻപ് ശാരദാദേവിയുടെ കൈകളിൽ ഏൽപ്പിച്ചതായിരുന്നു ആ രേഖകൾ. ശാരദ, ലോകം മാറും, ഒരു പക്ഷേ നമ്മുടെ മക്കളും മാറിയേക്കാം. നിനക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും വലിയൊരു പ്രതിസന്ധി വന്നാൽ മാത്രം ഇത് പുറത്തെടുക്കുക എന്നായിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത്. വിറയ്ക്കുന്ന കൈകളോടെ ആ ഫയൽ തുറന്നപ്പോൾ അതിൽ കണ്ടത് ബംഗ്ലാവിൻ്റെ യഥാർത്ഥ ഉടമസ്ഥാവകാശ രേഖകളായിരുന്നു. ആ വീട് വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ ഉള്ള ഏക അധികാരം ശാരദാദേവിക്കായിരുന്നു. മക്കൾക്ക് അതിൽ ഒരു സെന്റ് ഭൂമിയിൽ പോലും അവകാശമില്ലായിരുന്നു. രാത്രി മുഴുവൻ ആലോചിച്ച ശേഷം ശാരദാദേവി ഒരു കടുത്ത തീരുമാനമെടുത്തു. മക്കൾ തന്നെ ചതിക്കാൻ ഒരുങ്ങുമ്പോൾ അവരെ ഒരു പാഠം പഠിപ്പിക്കേണ്ടത് ഒരമ്മയുടെ കടമയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഇത്രയും കാലം ഞാൻ നിശബ്ദമായിരുന്നു, പക്ഷേ ഇനിയല്ല. ഈ വീട് എൻ്റെ ഭർത്താവിൻ്റെ സ്വപ്നമാണ്. അത് നശിപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല, അവർ മന്ത്രിച്ചു. ആ ചുവന്ന ഫയൽ മാറോട് ചേർത്ത് പിടിച്ച് ഒരു പുതിയ സമരത്തിന് അവർ തയ്യാറെടുത്തു. പിറ്റേന്ന് സൂര്യൻ ഉദിക്കുമ്പോൾ ശാരദാദേവി വെറും ഒരു വൃദ്ധയായ അമ്മയായിരുന്നില്ല, മറിച്ച് തൻ്റെ അന്തസ്സിനായി പോരാടാൻ ഇറങ്ങിത്തിരിച്ചൊരു സ്ത്രീയായിരുന്നു. പിറ്റേന്ന് രാവിലെ മക്കളും മരുമക്കളും ഉറക്കമെഴുന്നേൽക്കുന്നതിന് മുൻപ് ആ ചുവന്ന ഫയലുമായി അവർ വീടിന് പുറത്തിറങ്ങി. പതിറ്റാണ്ടുകളായി താൻ തയ്യൽ ജോലികൾ ചെയ്തും വീട്ടുപണികൾ ചെയ്തും തളർന്ന ആ പാദങ്ങൾക്ക് അന്ന് പുതിയൊരു വേഗതയുണ്ടായിരുന്നു. അവർ നേരെ പോയത് നഗരത്തിലെ പ്രശസ്തനായ അഭിഭാഷകൻ അരുണിൻ്റെ ഓഫീസിലേക്കായിരുന്നു. ഹരിനാരായണ സക്സേനയുടെ അടുത്ത സുഹൃത്തായിരുന്നു അരുണിൻ്റെ പിതാവ്. വക്കീലിൻ്റെ മുന്നിൽ ആ ചുവന്ന ഫയൽ വയ്ക്കുമ്പോൾ ശാരദാദേവിയുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. രേഖകൾ ഓരോന്നായി പരിശോധിച്ച അരുണിൻ്റെ മുഖത്ത് അത്ഭുതം നിറഞ്ഞു. അമ്മേ, ഈ രേഖകൾ പ്രകാരം ഈ ലങ്കയിലെ ബംഗ്ലാവ് മുഴുവനായും നിങ്ങളുടെ പേരിലാണ്. നിങ്ങളുടെ ഭർത്താവ് ഇത് വാങ്ങിയത് നിങ്ങളുടെ പേരിൽ മാത്രമാണ്. മക്കൾക്ക് ഇതിൽ യാതൊരു നിയമപരമായ അവകാശവുമില്ല. നിങ്ങളുടെ അനുവാദമില്ലാതെ ഈ വീടിൻ്റെ ഒരു കല്ല് പോലും മാറ്റാൻ ആർക്കും കഴിയില്ല, വക്കീൽ ഉറപ്പിച്ചു പറഞ്ഞു. കണ്ണുനീർ തുടച്ചുകൊണ്ട് ശാരദാദേവി തൻ്റെ അവസ്ഥ വിവരിച്ചു. മക്കൾ തന്നെ എങ്ങനെയാണ് ഒരു വേലക്കാരിയെ പോലെ കാണുന്നതെന്നും തന്നെ ഒഴിവാക്കി ഈ വീട് വിൽക്കാൻ അവർ നടത്തുന്ന നീക്കങ്ങളെക്കുറിച്ചും അവർ പറഞ്ഞു. എനിക്ക് ഈ പണം വേണ്ട മകനെ, പക്ഷേ എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ വീട് എൻ്റെ മക്കളുടെ ആർത്തിക്ക് വിട്ടുകൊടുക്കാൻ എനിക്ക് മനസ്സില്ല. എന്നെപ്പോലെ ആരുമില്ലാത്ത കുഞ്ഞുങ്ങൾക്കായി എനിക്ക് ഈ വീട് നൽകണം. ശാരദാദേവി തൻ്റെ തീരുമാനം വെളിപ്പെടുത്തി. ഇത് കേട്ട അരുൺ ആ വൃദ്ധയുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ ശിരസ് നമിച്ചു. ഒരു അനാഥാലയ ട്രസ്റ്റിന് വീട് കൈമാറുന്നതിനായുള്ള നിയമ നടപടികൾ അദ്ദേഹം ഉടനടി ആരംഭിച്ചു. അതേസമയം വീട്ടിൽ വികാസും മനോജും വലിയ ആവേശത്തിലായിരുന്നു.
പ്രോപ്പർട്ടി ഡീലറായ അനിൽ മെഹ്റ അന്ന് വീട്ടിലെത്തി. മെഹ്റാജി, ഈ ലൊക്കേഷൻ അതിമനോഹരമാണ്. ഗംഗാനദിക്ക് ഇത്രയും അടുത്തായതുകൊണ്ട് ഇതിന് നല്ല വില കിട്ടും. 2 കോടി രൂപയിൽ കുറഞ്ഞ ഒരു കച്ചവടത്തിനും ഞങ്ങൾ തയ്യാറല്ല, വികാസ് ഗമയിൽ പറഞ്ഞു. മരുമക്കളായ റീനയും പൂജയും പുതിയ ഫ്ലാറ്റുകളിലേക്ക് മാറുന്നതിനെക്കുറിച്ചും അവിടെ വാങ്ങേണ്ട പുതിയ ഫർണിച്ചറുകളെക്കുറിച്ചും സ്വപ്നം കണ്ടു തുടങ്ങിയിരുന്നു. കയ്യിലുള്ള ടാക്സ് രസീറ്റുകളും വൈദ്യുതി ബില്ലുകളും കാണിച്ച് ഇത് ഞങ്ങളുടെ വീടാണെന്ന് അവർ ഡീലറെ വിശ്വസിപ്പിച്ചു. രജിസ്ട്രേഷൻ ദിവസം പ്രോപ്പർട്ടി ഡീലർ 5 ലക്ഷം രൂപയുടെ അഡ്വാൻസ് ചെക്കുമായി വരുമെന്ന് ഉറപ്പു നൽകി. മക്കൾ വിചാരിച്ചത് തങ്ങളുടെ പ്ലാൻ വളരെ കൃത്യമായി നടക്കുന്നു എന്നാണ്. പാവം അമ്മയ്ക്ക് ഇതൊന്നും അറിയില്ലെന്നും ഒപ്പിടാൻ പറയുമ്പോൾ അമ്മ ഒപ്പിട്ട് തരുമെന്നും അവർ അഹങ്കരിച്ചു. എന്നാൽ ആ വീടിൻ്റെ യഥാർത്ഥ ഉടമസ്ഥ ആ ശാന്തമായ മുറിക്കുള്ളിലിരുന്ന് മറ്റൊരു ചരിത്രം എഴുതുകയായിരുന്നു. മക്കൾ ചതിയുടെ വല നെയ്യുമ്പോൾ നീതിയുടെയും കാരുണ്യത്തിൻ്റെയും പുതിയൊരു അധ്യായം തുടങ്ങാൻ ശാരദാദേവി തയ്യാറെടുത്തു കഴിഞ്ഞിരുന്നു. നിയമത്തിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് തൻ്റെ മക്കൾക്ക് ഒരിക്കലും തിരുത്താൻ കഴിയാത്ത വിധം ആ വീടിനെ ഒരു അനാഥാലയമാക്കി മാറ്റാനുള്ള രേഖകൾ അവർ അന്ന് ഒപ്പുവെച്ചു. വികാസും മനോജും വിചാരിച്ചത് തങ്ങളുടെ ജീവിതം മാറിമറിയാൻ പോകുന്ന ദിവസമാണെന്നാണ്. 2 കോടി രൂപയുടെ കച്ചവടം ഉറപ്പിച്ചതിൻ്റെ ആവേശത്തിലായിരുന്നു അവർ. പ്രോപ്പർട്ടി ഡീലർ അനിൽ മെഹ്റ കൃത്യസമയത്ത് തന്നെ വീട്ടിലെത്തി. എല്ലാവരുടെയും മുഖത്ത് വരാനിരിക്കുന്ന വലിയ സമ്പത്തിൻ്റെ സന്തോഷം നിഴലിച്ചിരുന്നു. മെഹ്റാജി, നമുക്ക് നടപടികൾ വേഗത്തിലാക്കാം. ഈ ചെക്ക് ഞങ്ങൾക്ക് തന്നോളൂ, ബാക്കി പേപ്പറുകൾ ഉടൻ തന്നെ ശരിയാക്കാം, വികാസ് ആർത്തിയോടെ പറഞ്ഞു. എന്നാൽ അനിൽ മെഹ്റ ഒരു കാര്യം ഓർമ്മിപ്പിച്ചു. എല്ലാം ശരിയാണ്, പക്ഷേ രജിസ്ട്രേഷൻ സമയത്ത് യഥാർത്ഥ ഉടമസ്ഥൻ്റെ ഒപ്പ് അത്യാവശ്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ അമ്മയെ ഇങ്ങോട്ട് വിളിക്കൂ. മക്കൾ പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മയെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട, ഞങ്ങൾ പറയുന്നത് അമ്മ കേട്ടോളും. അമ്മയ്ക്ക് ഇതൊന്നും വലിയ ഗൗരവമുള്ള കാര്യമല്ല. വികാസ് അമ്മയെ വിളിക്കാൻ തുടങ്ങുമ്പോഴേക്കും ശാരദാദേവി തന്നെ മുറിയിലേക്ക് നടന്നു വന്നു. എന്നും ധരിക്കുന്ന പഴകിയ വസ്ത്രങ്ങൾക്ക് പകരം ഒരു ഇളം മഞ്ഞ സാരി ധരിച്ച് വളരെ ഗൗരവത്തിലാണ് അവർ വന്നത്. അവരുടെ കയ്യിൽ ആ ചുവന്ന ഫയലുണ്ടായിരുന്നു. അമ്മയെ കണ്ടതും വികാസ് പറഞ്ഞു. അമ്മേ, വേഗം ഇങ്ങോട്ട് വന്ന് ഈ പേപ്പറിൽ ഒന്ന് ഒപ്പിടൂ. നമ്മൾ ഈ വീട് വിൽക്കുകയാണ്. ഇനി നമുക്ക് പുതിയ വലിയ ഫ്ലാറ്റുകളിൽ താമസിക്കാം. എന്നാൽ ശാരദാദേവി അനങ്ങിയില്ല. അവർ ശാന്തമായി മേശയ്ക്കടുത്തെത്തി ആ ചുവന്ന ഫയൽ തുറന്ന് അനിൽ മെഹ്റയുടെ മുന്നിൽ വെച്ചു. തൊട്ടു പിന്നാലെ ശാരദാദേവി വിളിച്ചതനുസരിച്ച് അഭിഭാഷകൻ അരുൺ ത്രിപാഠിയും അവിടേക്ക് കടന്നു വന്നു. നിൽക്കൂ, ഈ കച്ചവടം നടക്കില്ല, വക്കീൽ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. വികാസും മനോജും ഞെട്ടിപ്പോയി. നിങ്ങൾ ആരാണ്? ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ്, മനോജ് ദേഷ്യത്തോടെ ആക്രോശിച്ചു. അരുൺ ത്രിപാഠി രേഖകൾ ഉയർത്തിക്കാട്ടി എല്ലാവരോടുമായി പറഞ്ഞു. ഈ വസ്തുവിൻ്റെ ഏക ഉടമസ്ഥ ശാരദാദേവിയാണ്. അവരുടെ ഭർത്താവ് ഹരിനാരായണൻ സക്സേന ഇത് വാങ്ങിയത് ഭാര്യയുടെ പേരിൽ മാത്രമാണ്. മക്കൾക്ക് ഈ വീട്ടിൽ ഒരു തരി മണ്ണിൽ പോലും നിയമപരമായ അവകാശമില്ല. അമ്മയുടെ സമ്മതമില്ലാതെ ഈ വീട് വിൽക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല. മുറിയിൽ പെട്ടെന്ന് ശ്മശാനമൂകമായ നിശബ്ദത പടർന്നു. റീനയുടെ കയ്യിലിരുന്ന ചായ കപ്പുകൾ തറയിൽ വീണ് ചിതറി. വികാസും മനോജും പരസ്പരം നോക്കി നിൽക്കുകയാണ്. തങ്ങൾ ഇത്രയും കാലം അഹങ്കരിച്ചിരുന്ന ആ വലിയ ബംഗ്ലാവിൽ തങ്ങൾ വെറും താമസക്കാർ മാത്രമാണെന്ന സത്യം അവർക്ക് ഉൾക്കൊള്ളാനായില്ല. താൻ ചതിക്കാൻ ശ്രമിച്ച ആ പാവം വൃദ്ധയുടെ കയ്യിലാണ് തങ്ങളുടെ ഭാഗധേയം എന്ന് അവർ തിരിച്ചറിഞ്ഞു. ശാരദാദേവി അവരെ നോക്കി. അവരുടെ കണ്ണുകളിൽ ദേഷ്യമായിരുന്നില്ല, മറിച്ച് മക്കളോടുള്ള സഹതാപമായിരുന്നു. ആ നിമിഷം മുതൽ കഥയുടെ ഗതി മാറുകയായിരുന്നു. അതുവരെ അഹങ്കാരത്തോടെ സംസാരിച്ചിരുന്ന വികാസും മനോജും പെട്ടെന്ന് വിനയം നടിക്കാൻ തുടങ്ങി. തങ്ങളുടെ കയ്യിൽ നിന്ന് 2 കോടി രൂപയുടെ സ്വപ്നം നഷ്ടപ്പെടുകയാണെന്ന് മനസ്സിലാക്കിയ അവർ ഉടൻ തന്നെ അമ്മയുടെ കാലിൽ വീണു. അമ്മേ, ഞങ്ങളോട് ക്ഷമിക്കൂ. ഞങ്ങൾ വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാണ്. ഞങ്ങൾ അമ്മയെ എങ്ങോട്ടും അയക്കില്ല, വികാസ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. റീനയും പൂജയും പെട്ടെന്ന് നിലപാട് മാറ്റി ആ അമ്മയെ സ്തുതിക്കാൻ തുടങ്ങി. എന്നാൽ ശാരദാദേവിയുടെ മനസ്സ് ഇതിനോടകം ഉറച്ചു കഴിഞ്ഞിരുന്നു. അവർ ശാന്തമായി പറഞ്ഞു. തമാശ എന്നാൽ മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത ഒന്നാണ്.
എന്നാൽ നിങ്ങൾ എന്നെ ഒരു ഭാരമായി കണ്ടു. ഈ വീടിൻ്റെ ഓരോ ഇഷ്ടികയ്ക്കും പിന്നിൽ എൻ്റെയും നിങ്ങളുടെയും അച്ഛൻ്റെയും വിയർപ്പുണ്ട്. അത് വിറ്റ് എന്നെ വൃദ്ധസദനത്തിൽ തള്ളാൻ പ്ലാൻ ചെയ്തപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ മക്കൾ മരിച്ചു കഴിഞ്ഞു. മക്കൾ വീണ്ടും ന്യായീകരിക്കാൻ ശ്രമിച്ചപ്പോൾ ശാരദാദേവി തൻ്റെ അന്തിമ തീരുമാനം പ്രഖ്യാപിച്ചു. ഞാൻ ഈ വീട് വിൽക്കുന്നില്ല. പകരം ഇതൊരു അനാഥാലയമായി പ്രവർത്തിക്കുന്നതിനായി ഒരു ട്രസ്റ്റിന് കൈമാറുകയാണ്. രേഖകളെല്ലാം തയ്യാറാക്കി കഴിഞ്ഞു. മനോജ് ദേഷ്യം കൊണ്ട് വിറച്ചു. അമ്മയ്ക്ക് ഭ്രാന്താണോ? ഇത് ഞങ്ങളുടെ കൂടി വീടാണ്. അപ്പോൾ വക്കീൽ ഇടപെട്ടു. അമ്മ പറഞ്ഞത് ശരിയാണ്. ട്രസ്റ്റുമായുള്ള കരാർ ഒപ്പിട്ടു കഴിഞ്ഞു. ഈ നിമിഷം മുതൽ ഈ വീടിൻ്റെ നിയന്ത്രണം ട്രസ്റ്റിനാണ്. വികാസ് തൻ്റെ അമ്മയെ നോക്കി അലറി. എങ്കിൽ ഞങ്ങൾ എങ്ങോട്ട് പോകും? ഈ വീടില്ലാതെ ഞങ്ങൾക്ക് നിലനിൽപ്പില്ല. ശാരദാദേവിയുടെ മറുപടി വളരെ കൃത്യമായിരുന്നു. നിങ്ങൾ എന്നെ എങ്ങോട്ട് അയക്കാൻ പദ്ധതിയിട്ടോ അങ്ങോട്ട് തന്നെ നിങ്ങൾക്കും പോകാം. വാടകയ്ക്കോ മറ്റോ ഒരു സ്ഥലം കണ്ടെത്തുക. നിങ്ങൾക്ക് ജോലിയില്ലേ? അധ്വാനിച്ച് ജീവിക്കാൻ പഠിക്കൂ. അവർ മക്കൾക്ക് സാധനങ്ങൾ പാക്ക് ചെയ്യാൻ വെറും 1 മണിക്കൂർ സമയം മാത്രം നൽകി. 1 മണിക്കൂറിനുള്ളിൽ വികാസും മനോജും തങ്ങളുടെ തുണികളും മറ്റ് ആവശ്യ സാധനങ്ങളും ബാഗുകളിൽ നിറച്ചു. അപ്പോഴും മരുമക്കൾ ശാരദാദേവിയെ ശപിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പോലീസ് അകമ്പടിയോടെ അവരെ ഗേറ്റിന് പുറത്തേക്ക് ഇറക്കി. അയൽവാസികൾ എല്ലാവരും ഈ നാടകീയ രംഗങ്ങൾ കാണാൻ തടിച്ചുകൂടിയിരിക്കുന്നു. സ്വന്തം മക്കൾ പടിയിറങ്ങിയപ്പോൾ ആ വലിയ ബംഗ്ലാവിൽ നിശബ്ദത പടരുമെന്നാണ് അയൽവാസികൾ കരുതിയത്. എന്നാൽ ആ നിശബ്ദതയ്ക്ക് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. മക്കൾ പോയി ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നവജീവൻ ബാലസേവാ ട്രസ്റ്റ് എന്നെഴുതിയ ഒരു മിനി ബസ് ആ വീടിൻ്റെ മുറ്റത്തേക്ക് പ്രവേശിച്ചു. ബസ്സിൽ നിന്ന് ഇറങ്ങിയത് കുറേ ചെറിയ കുട്ടികളായിരുന്നു. ആരുമില്ലാത്തവർ, തെരുവിൽ അന്തിയുറങ്ങുന്നവർ, സ്നേഹത്തിനായി കൊതിക്കുന്നവർ. അവർ ഓരോരുത്തരും അത്ഭുതത്തോടെ ആ വലിയ വീടിനെ നോക്കി നിന്നു. ചിലരുടെ കയ്യിൽ കീറിപ്പറിഞ്ഞ പഴയ ബാഗുകൾ ഉണ്ടായിരുന്നു. ചിലർ നഗ്നപാതയായിരുന്നു. അവരുടെ കണ്ണുകളിൽ ഒരു തരം ഭയവും അതേസമയം വല്ലാത്തൊരു ആകാംക്ഷയും പ്രകടമായിരുന്നു. ശാരദാദേവി ആ കുഞ്ഞുങ്ങളെ നോക്കി പുഞ്ചിരിച്ചു. പണ്ട് സ്വന്തം മക്കൾ ഓടിക്കളിച്ചിരുന്ന ആ മുറ്റത്ത് ഇപ്പോൾ സ്നേഹം കൊതിച്ചു വന്ന കുറേ കുഞ്ഞുങ്ങൾ. വരൂ മക്കളെ, ഇത് ഇന്നു മുതൽ നിങ്ങളുടെ വീടാണ്. ശാരദാദേവി സ്നേഹത്തോടെ അവരെ സ്വാഗതം ചെയ്തു. ആ വാക്കുകൾ കേട്ടതും കുട്ടികൾ സന്തോഷത്തോടെ മുറ്റത്തേക്ക് ഓടിയിറങ്ങി. കുറച്ചു മുൻപ് വരെ ശാപവാക്കുകളും തർക്കങ്ങളും മുഴങ്ങിയിരുന്ന ആ ഭിത്തികൾ ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ കളിച്ചിരികൾ കൊണ്ട് നിറഞ്ഞു. സന്ധ്യയായപ്പോൾ വീടിൻ്റെ അന്തരീക്ഷം പൂർണ്ണമായും മാറി. ശാരദാദേവിയുടെ നിർദ്ദേശപ്രകാരം അടുക്കളയിൽ വലിയ പാത്രങ്ങളിൽ ഭക്ഷണം തയ്യാറായി. പണ്ട് മരുമക്കൾ പൂട്ടിയിട്ടിരുന്ന ആ അടുക്കളയുടെ വാതിലുകൾ ഇപ്പോൾ എല്ലാവർക്കുമായി തുറന്നിട്ടിരുന്നു. വലിയൊരു പാത്രത്തിൽ കുട്ടികൾക്കായി മധുര പലഹാരം തയ്യാറാക്കാൻ ശാരദാദേവി തന്നെ നേരിട്ട് മേൽനോട്ടം വഹിച്ചു. ഭക്ഷണം കഴിക്കാൻ കുട്ടികൾ വരിവരിയായി ഇരുന്നപ്പോൾ ശാരദാദേവിക്ക് തോന്നി തൻ്റെ ജീവിതം ഇപ്പോഴാണ് അർത്ഥവത്തായതെന്ന്. ആ കുട്ടികളിൽ ഒരാൾ അവരുടെ അടുത്തേക്ക് വന്നു ചോദിച്ചു, ദാദി, ഇനി ഞങ്ങൾക്ക് ഇവിടെ എന്നും താമസിക്കാമോ? ആരും ഞങ്ങളെ ഇവിടുന്ന് പുറത്താക്കില്ലല്ലോ. ആ കുഞ്ഞിൻ്റെ തലയിൽ തലോടിക്കൊണ്ട് ശാരദാദേവി പറഞ്ഞു, ഇല്ല മോളെ, ഈ ദാദി മരിക്കുന്നത് വരെ നിങ്ങൾ ഈ വീട്ടിലെ രാജകുമാരി ആയിരിക്കും. ആ കുട്ടിയുടെ മുഖത്തെ പുഞ്ചിരി ശാരദാദേവിയുടെ എല്ലാ സങ്കടങ്ങളും മായ്ച്ചു കളഞ്ഞു. മുറ്റത്തെ ഇരുമ്പ് കവാടം ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്നത് ആരെയും തടയാനല്ല, മറിച്ച് അകത്തുള്ള ഈ ചെറിയ പൂമൊട്ടുകളെ കാത്തുസൂക്ഷിക്കാനാണ്. ആ രാത്രി ശാരദാദേവി ജനലിലൂടെ ആകാശത്തേക്ക് നോക്കി. തൻ്റെ ഭർത്താവിൻ്റെ ആത്മാവ് ഇപ്പോൾ തന്നോട് സന്തോഷിക്കുന്നുണ്ടാകുമെന്ന് അവർ വിശ്വസിച്ചു. സ്വന്തം രക്തം ചതിച്ചപ്പോൾ രക്തബന്ധമില്ലാത്ത ഈ കുഞ്ഞുങ്ങൾ തൻ്റെ മക്കളായി മാറിയിരിക്കുന്നു. നവജീവൻ ആശ്രയ എന്ന് ആ ബംഗ്ലാവിന് പുതിയ പേര് നൽകപ്പെട്ടു. ആ വലിയ വീട് ഇപ്പോൾ വെറും ഒരു കെട്ടിടമല്ല, മറിച്ച് 100ഓളം കുഞ്ഞുങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകുന്ന ഒരു സ്വർഗമായി മാറിക്കഴിഞ്ഞിരുന്നു. രാവിലെ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനാഗീതങ്ങൾ കേട്ടാണ് അവർ ഉണരുന്നത്. പണ്ട് മരുമക്കൾ തന്നെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചിരുന്ന ജോലികൾ ഇപ്പോൾ അവർ ആനന്ദത്തോടെ സ്വന്തം ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ അവർ ഒറ്റയ്ക്കല്ല. സഹായിക്കാൻ ട്രസ്റ്റിലെ ആളുകളും സ്നേഹനിധികളായ കുഞ്ഞുങ്ങളുമുണ്ട്. ആ ബംഗ്ലാവിൻ്റെ ഓരോ കോണിലും സന്തോഷം അലയടിക്കുന്നു. സന്ധ്യാനേരത്ത് വലിയ വരാന്തയിൽ ചാരുകസേരയിൽ ഇരിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ അവരുടെ ചുറ്റും കൂടി കഥകൾ കേൾക്കും.
അതേസമയം പുറത്താക്കപ്പെട്ട വികാസും മനോജും ജീവിതം വളരെ കഠിനമായിരുന്നു. സ്വന്തം മക്കളെപ്പോലെ സ്നേഹിച്ച അമ്മയെ ചതിച്ചവർക്ക് കാലം നൽകിയ ശിക്ഷയായിരുന്നു അത്. വാടക വീട്ടിലെ കഷ്ടപ്പാടുകളും ബന്ധുക്കളുടെ പരിഹാസവും അവരെ വല്ലാതെ തളർത്തി. തങ്ങൾ കാത്തുസൂക്ഷിച്ച അഹങ്കാരം വെറും മണ്ണാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഒരു ദിവസം വികാസും മനോജും പശ്ചാത്താപത്തോടെ അമ്മയെ കാണാൻ വീണ്ടും ആ ബംഗ്ലാവിൻ്റെ പടിവാതിലെത്തി. പണ്ട് ആ വീട്ടിലെ അവകാശികളായിരുന്ന അവർ ഇപ്പോൾ വെറും സന്ദർശകരായി പുറത്തു നിൽക്കുകയാണ്. ശാരദാദേവി അവരെ അകത്തേക്ക് വിളിക്കാൻ അനുവാദം നൽകി. മുറ്റത്ത് കുട്ടികളോടൊപ്പം കളിച്ചുകൊണ്ടിരുന്ന ശാരദാദേവിയുടെ അടുത്തേക്ക് മക്കൾ തല താഴ്ത്തി നടന്നു വന്നു. അമ്മേ, ഞങ്ങൾക്ക് തെറ്റുപറ്റി. പണത്തോടുള്ള ആർത്തിയിൽ ഞങ്ങൾ അമ്മയുടെ സ്നേഹം മറന്നുപോയി. ഞങ്ങളോട് ക്ഷമിച്ച് വീട്ടിലേക്ക് തിരികെ വിളിക്കണം, വികാസ് കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു. ശാരദാദേവി അവരെ നോക്കി ശാന്തമായി പറഞ്ഞു, മക്കളെ, ഈ വീട് ഇപ്പോൾ എൻ്റേതല്ല, ഈ കുഞ്ഞുങ്ങളുടേതാണ്. എങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റു തിരുത്തണമെന്നുണ്ടെങ്കിൽ ഒരു വഴിയുണ്ട്. ഇവിടെ സേവനം ചെയ്യൂ. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് സ്നേഹവും കരുതലുമാണ്. ഒരു സേവകനായി ഇവിടെ വരാമെങ്കിൽ നിങ്ങൾക്ക് വരാം. ആ വാക്കുകൾ അവരെ ചിന്തിപ്പിച്ചു. പതുക്കെയാണെങ്കിലും വികാസും മനോജും അവധി ദിവസങ്ങളിൽ അവിടെ വന്ന കുട്ടികളെ പഠിപ്പിക്കാനും അവർക്ക് വേണ്ട സാധനങ്ങൾ എത്തിക്കാനും തുടങ്ങി. സ്നേഹം എന്നത് അധികാരം സ്ഥാപിക്കലല്ല, മറിച്ച് പങ്കുവെക്കലാണെന്ന് അവർ വൈകി മനസ്സിലാക്കി. ശാരദാദേവി ഇപ്പോൾ പൂർണ്ണ സംതൃപ്തിയാണ്. തൻ്റെ വാർദ്ധക്യം സുരക്ഷിതമാണെന്നതിനേക്കാൾ താൻ മരിച്ചാലും ഈ വീട് കുറെ നിരപരാധികളായ കുഞ്ഞുങ്ങൾക്ക് തണലേകുമല്ലോ എന്ന ചിന്ത അവരെ സന്തോഷിപ്പിച്ചു. കഥ അവസാനിക്കുമ്പോൾ ശാരദാദേവി ലോകത്തിന് നൽകുന്ന സന്ദേശം ഇതാണ്: മാതാപിതാക്കൾ ഒരിക്കലും മക്കൾക്കൊരു ഭാരമല്ല, മറിച്ച് ഒരു വീടിൻ്റെ ഐശ്വര്യവും അടിത്തറയുമാണ്. പണം കൊണ്ട് സുഖസൗകര്യങ്ങൾ വാങ്ങാം, എന്നാൽ സമാധാനവും സ്നേഹവും വാങ്ങാൻ കഴിയില്ല. മുതിർന്നവരെ ബഹുമാനിക്കാത്തവർക്ക് ഒരിക്കലും നല്ലൊരു ഭാവി ഉണ്ടാവില്ല. സ്വന്തം മാതാപിതാക്കളെ കണ്ണീര് കുടിപ്പിക്കുന്നവർക്ക് കാലം കാത്തുവച്ചിരിക്കുന്ന വലിയ തിരിച്ചടികളായിരിക്കും. സ്നേഹവും ബഹുമാനവും നിലനിൽക്കുന്ന ഇടം മാത്രമാണ് യഥാർത്ഥ സ്വർഗം.